ചേലക്കര വിധിയെഴുത്ത് പൂർത്തിയായിരിക്കുന്നു. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നത്. രമ്യ, അങ്ങനെ വലിയ പ്രചാരണത്തിന് ശേഷം ജനം വിധിയെഴുതിയിരിക്കുന്നു. ആദ്യം തന്നെ റിപ്പോർട്ടറിൻ്റെ സഹപ്രവർത്തകർക്ക്, അത് ക്യാമറയാണെങ്കിലും റിപ്പോർട്ടർമാരാണെങ്കിലും ഡയസിൽ ഇരുന്നു കൊണ്ട് ഇതിന് എല്ലാം നേതൃത്വം കൊടുക്കുന്നവർക്ക് ആദ്യം തന്നെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. നിങ്ങളുടെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ വലിയ രീതിയിൽ അതിൻ്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള വിഷയാടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്കാണ് എങ്കിലും എല്ലാ അർത്ഥത്തിലും സഹായം ഉണ്ടായിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നന്ദി പറയാണ്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ വളരെ ഹൃദയം തൊട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇപ്പോഴും അവർ തിരികെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ 2-2.5 മാസക്കാലമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ പാർട്ടി എടുത്ത പ്രവർത്തനങ്ങൾക്കൊപ്പവും UDF എടുത്ത പ്രവർത്തനങ്ങൾക്കൊപ്പവും എണ്ണയിട്ട യന്ത്രം പോലെ വാർഡുകൾ കയറാനും വീടുകൾ കയറാനും സ്ക്വാഡ് പ്രവർത്തനത്തിനും ഒക്കെ ഓടി നടന്ന ഒരു കൂട്ടം പ്രവർത്തകരുണ്ട്. മാധ്യമത്തിന് മുൻപിൽ എൻ്റെ മുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സിൻ്റെ മുഖങ്ങളായിരിക്കാം നിങ്ങൾ കാണുന്നത് എങ്കിലും അവരെടുത്തത് നമുക്ക് വിലയിടാൻ പറ്റാത്ത അത്രയധികം മൂല്യമുള്ള ഒരു പ്രവർത്തനമാണ് അവരിതിന് പിന്നിൽ കാഴ്ചവെച്ചത്. ഒരുപാട് പ്രതിസന്ധികളെ അവർ തരണം ചെയ്തിട്ട് അവരോടൊക്കെ ഒരു ഹൃദയം തുറഞ്ഞ നന്ദി പറയാണ്. അതേപോലെ തന്നെ ചേലക്കരയിൽ താമസിച്ചും അതേപോലെ പഠിക്കാൻ പോയതും വിദേശത്ത് പോയവരും വിവാഹം കഴിഞ്ഞു പോയ ആളുകളും ഒക്കെ ജോലി സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തൃശ്ശൂരൊക്കെ പോകുന്ന എത്രയോ അമ്മമാർ, കാറ്ററിംഗ് സർവീസിന് പോകുന്ന ആളുകളും എല്ലാവരും അവരുടെ പരമാവധി ഈ ഒരു ചേലക്കരയിലെ ഒരു മാറ്റത്തിനായിട്ട് അവർ ഓടിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരോടും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, കാരണം അവരുടെ ഒരു ജനപ്രതിനിധിയായിട്ട് വരുവാനും അതേപോലെ തന്നെ അവരുടെ ഒരു മകളായിട്ടും സഹോദരിയായിട്ടും നിൽക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അത് 2019 മുതൽ നാളിതുവരെ അവർ നൽകിയിട്ടുണ്ട്. ആ സ്നേഹം ഇന്നത്തെ പോളിംഗ് ഈ ഒരു ശതമാനത്തിനകത്തും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ വന്നത്. നിലവിൽ പോളിംഗ് ശതമാനത്തിൽ ഹാപ്പിയാണോ? കാരണം എന്താ വെച്ചാൽ പരമാവധി ആളുകൾ, ഇപ്പോൾ വിദേശത്ത് എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകൾ, അത്രയ്ക്ക് വരാൻ പറ്റാത്ത ആളുകൾ മാത്രം, ഇപ്പം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ എടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ജോലിക്കായിട്ട് പോയവരൊക്കെ മാത്രമേ എത്താൻ പറ്റാത്തുള്ളൂ. പരമാവധി UDFൻ്റെ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചത്. മറ്റ് പിന്നെ അവലോകനങ്ങളും കണക്കും കാര്യങ്ങളും വരുമ്പോഴാണ് അത് പിന്നെ ലീഡർഷിപ്പ് നിങ്ങളോട് തന്നെ അതിൻ്റെ മറുപടിയും കാര്യങ്ങളും ഒക്കെ പറയും. വിജയപ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ. ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ വൈകുന്നേരം വരെ നീണ്ടു നിന്ന ക്യൂ, ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. മെഷീൻ ഓഫാകുന്നു, വൈദ്യുതി ഇല്ലാതെ, വെളിച്ചമില്ലാതെ വരുന്ന സാഹചര്യം, അതേപോലെ തന്നെ ബീപ്പ് ശബ്ദം കേൾക്കാൻ താമസമെടുത്തത്. ചില ഉദ്യോഗസ്ഥർ ചിലപ്പം അവർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ, അപ്പം ഈ മഷി ഇടുന്നതാണെങ്കിലും സ്ലിപ്പ് നോക്കുന്നതാണെങ്കിലും കാർഡ് ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന താമസം ഉണ്ടായിരുന്നിട്ട് പോലും ഇവരെല്ലാം ഈ സമയത്ത് നിന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഞങ്ങൾക്കുള്ള പിന്തുണയായിട്ട് തന്നെ കാണുകയാണ്. അതാണ് UDF സ്ഥാനാർത്ഥി. വലിയ ആത്മവിശ്വാസമാണ് ഈ കണക്കുകൾ പുറത്തു വരുമ്പോഴും. എന്തായാലും 23-ാം തീയതി വരെ കാത്തിരിക്കുകയാണ് UDF പ്രവർത്തകരും നേതാക്കളും.